ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ആണ്ടുവട്ടത്തിലെ രണ്ടാമത്തെ ആഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു 75 വയസ്സിൽ കൂടുതൽ പ്രായം വരുന്ന ഒരമ്മച്ചി, റിട്ടയേർഡായിട്ടുള്ള കാറ്റഗിസം ടീച്ചറും സ്കൂൾ ടീച്ചറുമായ ഒരമ്മച്ചി അടുത്ത് വന്ന് പറഞ്ഞു, അച്ഛാ, ഞാൻ കർത്താവിനെ സ്വീകരിച്ചിട്ട് ഇപ്പോൾ 10-60 വർഷമൊക്കെ ആയി. ഇത്ര നാളും ഞാൻ കർത്താവിനെ സ്വീകരിക്കുന്നു, എല്ലാ ദിവസവും മുടങ്ങാതെ കുർബാനയ്ക്ക് വരുന്നു, എല്ലാ ദിവസവും ഞാൻ കുടുംബം പ്രാർത്ഥന ചെല്ലുന്നു, ഇതെല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ എന്നാൽ പോലും അച്ഛാ, എനിക്ക് ദൈവാനുഭവം കിട്ടിയിട്ടുണ്ടെന്ന് ചോദിച്ചാൽ അച്ഛാ, എനിക്ക് കിട്ടിയിട്ടില്ല. എനിക്ക് എവിടെയാണ് പിഴച്ചത്? എന്താണ് എൻ്റെ കുറവ്? എന്തുകൊണ്ട് എനിക്ക് ദൈവാനുഭവം കിട്ടാത്തത്? ഒരു വലിയ ചോദ്യമാണ്. നമ്മൾ എല്ലാ ദിവസവും കർത്താവിൻ്റെ ബലിയിൽ പങ്കെടുക്കുകയും നമ്മൾ കുടുംബ പ്രാർത്ഥന ചെല്ലുകയും എല്ലാം ചെയ്തിട്ടും ചില സമയത്തൊക്കെ ദൈവാനുഭവം എന്നുള്ളൊരു കാര്യം നമുക്കുണ്ടോ എന്ന് ചോദിച്ചാൽ ചില സമയത്ത് ആളുകൾക്കൊരു ചോദ്യചിഹ്നമാണ്, ഒരു സംശയമാണ്. ഇന്നത്തെ വചനങ്ങൾ നമ്മളോട് പറഞ്ഞു വയ്ക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എങ്ങനെയാണ് ദൈവാനുഭവം ഉണ്ടാവേണ്ടത് എന്നതിനെക്കുറിച്ചാണ്. ഇന്നത്തെ വായനകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഒന്നാമത്തെ വായനയിൽ നമ്മൾ കാണുന്നത് സാമുവേൽ പ്രവാചകനെ വിളിക്കുന്ന ഭാഗമാണ്. ഈ സാമുവേൽ പ്രവാചകനെ വിളിക്കുന്ന ഭാഗത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് കാണുന്നത് സാമുവേൽ പ്രവാചകനെ ദൈവം 3 പ്രാവശ്യം വിളിക്കുന്നുണ്ട്. 3 പ്രാവശ്യവും ആ വിളിക്ക് ഉത്തരം സാമുവേൽ പ്രവാചകൻ നൽകുന്നുണ്ട്. പക്ഷേ 3ാമത്തെ പ്രാവശ്യത്തിൻ്റെ വിളിക്ക് ഉത്തരം നൽകുന്നതിലെ വ്യത്യാസം എന്ന് പറയുന്നത് ദൈവമാണെന്നുള്ള തിരിച്ചറിവ് സാമുവേൽ പ്രവാചകൻ ഉണ്ടാകുന്നുണ്ട്. ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട്, കർത്താവ് കടന്നു പോകുമ്പോൾ സ്നാപക യോഹന്നാൻ പറയുന്നു, ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്. ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഇതാണ് ക്രിസ്തുവെന്ന്. ശിഷ്യന്മാരെ ആ സമയത്ത് ക്രിസ്തുവാണെന്ന് പറയുകയോ പ്രഘോഷിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. പക്ഷേ അതിനുശേഷം കർത്താവിൻ്റെ പിന്നാലെ അവർ പോകുന്നു. കർത്താവ് ചോദിക്കുന്നു, നിങ്ങൾക്ക് എന്ത് വേണം? അവരുത്തരം പറയുന്നു, ഞങ്ങൾക്ക് കർത്താവിൻ്റെ ഒപ്പമായിരിക്കാൻ ആഗ്രഹിക്കുന്നു, കർത്താവ് എവിടെയാണ് താമസിക്കുന്നതെന്ന് അറിയാൻ ആഗ്രഹിക്കുന്നു. ഉത്തരമായിട്ട് കർത്താവ് പറയുന്നു, കമൻസി, വന്ന് കാണുക. ഇങ്ങനെ വന്നു കഴിഞ്ഞതിന് ശേഷം അവർ പിന്നീട് മറ്റുള്ളവരോട് പറയുമ്പോൾ ഞങ്ങൾ ക്രിസ്തുവിനെ കണ്ടെത്തിയെന്ന് അതിനെക്കുറിച്ചാണ് പറയുന്നത്. ഞങ്ങൾ ക്രിസ്തുവിനെ കണ്ടെത്തിയെന്നാണ്. നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് വിളി എന്ന് പറയുന്നത് പൂർണ്ണമല്ല, മറിച്ച് വിളിയിൽ ക്രിസ്തുവിനെ കണ്ടുപിടിക്കലാണ്, ക്രിസ്തുവിനെ തിരിച്ചറിയലാണ് പ്രധാനപ്പെട്ടത് എന്ന് മനസ്സിലാക്കുക. ദൈവവിളി സ്വീകരിക്കുന്നവരാണ് നമ്മളെല്ലാവരും. നമ്മൾ പരിശുദ്ധ കുർബാനയ്ക്ക് നമ്മൾ വരുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അതൊരിക്കലും യാദൃശ്ചികമല്ല, അത് മറിച്ച് കർത്താവിൻ്റെ പദ്ധതിയാണ്. കർത്താവ് വിളിച്ചതുകൊണ്ട് മാത്രമാണ്. ക്രിസ്തീയ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ഓരോ ആളും അതൊരിക്കലും യാദൃശ്ചികമല്ല, അത് കർത്താവിൻ്റെ പദ്ധതിയാണ്. കർത്താവിൻ്റെ വിളി സ്വീകരിക്കുന്നത് കൊണ്ട് മാത്രമാണ് നമുക്ക് ആ ഒരു ക്രിസ്തീയ ജീവിതം നമുക്ക് ലഭിക്കുന്നത്. പക്ഷേ ഈ ക്രിസ്തീയ ജീവിതം വളരെ സാധാരണമായിട്ട് മാറും, വളരെ സാധാരണമായിട്ട്. അവിടെ ക്രിസ്തുവിനെ നമ്മൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ, ക്രിസ്തുവിനെ കണ്ടില്ലെങ്കിൽ, ക്രിസ്തുവിനെ അനുഭവിച്ചില്ലെങ്കിൽ നമുക്ക് വിട്ടുപോകാൻ അവിടെ ക്രിസ്തുവിനെ നമ്മൾ കണ്ടില്ലെങ്കിൽ, ക്രിസ്തുവിനെ അനുഭവിച്ചില്ലെങ്കിൽ, ക്രിസ്തുവെ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നമ്മുടെ വിളി വളരെ സാധാരണമായിട്ട് മാറും, അപൂർണമായിട്ട് മാറുന്ന ഒരു ദൈവവിളിയായിട്ട് നമ്മുടെ ജീവിതം മാറും. ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എങ്ങനെയാണ് ദൈവാനുഭവം ഉണ്ടാകുന്നത്? ഹൗ ക്യാൻ യു ഹാവ് എൻ എൻകൗണ്ടർ വിത്ത് ക്രൈസ്റ്റ്? ദൈവമായിട്ടൊരു എൻകൗണ്ടർ അതെങ്ങനെ സംഭവിക്കും? എനിക്ക് തോന്നുന്നു അതിന് 4 വഴികളാണ്. ഏറ്റവും ആദ്യത്തേത് സാഹചര്യം ഒരുക്കുക എന്നാണ്. സാഹചര്യം ഒരുക്കുക. പഴയ നിയമത്തിൽ എന്നും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരുന്ന കാര്യം, പഴയ നിയമത്തിൽ പൂർവ്വപിതാക്കന്മാരെ അബ്രഹാം ആയാലും ഇസ്ഹാക്കായാലും യാക്കോബായാലും അതിനുശേഷം എല്ലാവരും ആരാണെങ്കിലും ഒരു ദൈവാനുഭവം ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ഒരു ദൈവത്തിൻ്റെ ഒരു സാന്നിധ്യം, അല്ലെങ്കിൽ എനിക്കൊരു ദൈവമായിട്ടുള്ളൊരു എൻകൗണ്ടർ ഉണ്ടാകുമ്പോൾ അതിലെപ്പോഴും ചേർത്ത് നിന്ന ഒരു കാര്യമാണ് ഒരു ബലിപീഠം സ്ഥാപിക്കുകയും അതിലൊരു ബലിയർപ്പിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത്. ഒരു സാഹചര്യം ഒരുക്കുകയാണ് ദൈവാനുഭവത്തിൻ്റെ ഒരു പ്രതീകമായിട്ട്. ഇതൊന്നും ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, ദൈവാനുഭവം ആഗ്രഹിക്കുന്ന നമ്മൾ ചെയ്യേണ്ടത്, ക്രിസ്തീയ ജീവിതത്തിലേക്ക് വിളിക്കപ്പെട്ട നമ്മൾ ചെയ്യേണ്ടത് ആദ്യം ബലിയർപ്പിക്കപ്പെടുക എന്നാണ്. എല്ലാ ദിവസവും നമ്മൾ കുർബാനയ്ക്ക് വരാൻ വേണ്ടി ശ്രമിക്കുക. എനിക്ക് ദൈവാനുഭവം കിട്ടുന്നില്ല, അതുകൊണ്ട് തന്നെ ഞാൻ വരുന്നില്ല എന്ന് മാത്രം നമ്മൾ ചിന്തിച്ച് പോകുമ്പോൾ, കടമ പോലെ മാത്രമായിട്ട് നമ്മുടെ ജീവിതം മാറുമ്പോൾ അവിടെ മനസ്സിലാക്കുക, ദൈവാനുഭവത്തിൻ്റെ സാധ്യതകൾ കുറഞ്ഞു പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും ആദ്യം ബലിയർപ്പിക്കുക, പ്രാർത്ഥിക്കുക, അതിലോട്ട് വരാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക, സാഹചര്യം ഒരുക്കുക. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥന അത് വെറുതെ സാധാരണമായിട്ടൊരു സ്വിച്ചിട്ട പോലെ, നന്മ നിറഞ്ഞ പറയുമേ സ്വർഗസ്ഥനായ എന്ന് പറഞ്ഞ് നമ്മൾ വെറുതെ സ്വിച്ചിട്ട പോലെ ചെല്ലുന്ന ജപമാലയും നമ്മളുടെ കുടുംബ പ്രാർത്ഥനകളും അതുപോലെ തന്നെ നമ്മുടെ ദിവ്യബലികളും വെറുതെ യാന്ത്രികമായി മാറാതിരിക്കുക. രണ്ടാമത്തെ സ്റ്റെപ്പ്, പ്രാർത്ഥനയിൽ ഹൃദയം കൊടുക്കുക. കാരണം പ്രാർത്ഥനയിൽ ഹൃദയം കൊടുക്കുമ്പോഴാണ് നമ്മൾ ഒരുക്കിയ സാഹചര്യത്തിൽ ദൈവത്തെ തിരിച്ചറിയാനുള്ള നമ്മുടെ ഒരു പരിശ്രമമായിട്ട് മാറുള്ളൂ. ഹൃദയം കൊടുക്കുക.
നമ്മൾ ചെല്ലുന്ന ഓരോ വാക്കിനും എന്താണ് അർത്ഥമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ചെല്ലാൻ വേണ്ടി ശ്രമിക്കുക. കാരണം അവിടെ കർത്താവിലേക്ക് അടുക്കാനുള്ള, കർത്താവിനെ അനുഭവിക്കാനുള്ള ഒരു സാധ്യത കൂടുതലാണ്. മൂന്നാമത്തെ ഒരു കാര്യം ശിഷ്യന്മാർ ചെയ്തൊരു കാര്യമാണ്. എന്താണ്? അവർ കർത്താവിൻ്റെ ഒപ്പം പോയി നിന്നു. കർത്താവിൻ്റെ ഒപ്പം പോയി നിന്ന് കമ്മൻസി എന്ന് കർത്താവ് പറഞ്ഞപ്പോൾ അവരുടെ ഒപ്പം കർത്താവിൻ്റെ ഒപ്പമായിരുന്നതിന് ശേഷം അവർ തിരിച്ചു ചെന്നിട്ട് പിന്നെ പറയുന്നതാണ്, ഞങ്ങൾ ക്രിസ്തുവിനെ കണ്ടെത്തി എന്നാണ്. ക്രിസ്തുവിനെ കണ്ടെത്തി. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, എനിക്ക് ഒരു ദൈവാനുഭവം ഉണ്ടാവുകയാണെങ്കിൽ അത് ഞാൻ മറ്റുള്ളവരോട് പറയും. അല്ലാതെ എനിക്കൊരു പേഴ്സണലായിട്ട് എൻ്റെ ഒരു ചെറിയ പ്രൈവറ്റ് ആയിട്ടുള്ളൊരു അനുഭവത്തിന് വേണ്ടിയിട്ടല്ല, മറിച്ച് എനിക്ക് ഒരു ചെറിയ അനുഭവം ഉണ്ടായാൽ പോലും അത് ഞാൻ മറ്റുള്ളവരിലേക്ക് ഞാനത് പകർന്നു കൊടുക്കും. അത് ക്രിസ്തുവിനെ പ്രഘോഷിക്കാനുള്ള എൻ്റെ ഒരു ത്വരയായിട്ട് മാറും എന്നൊരു തീരുമാനം ദൈവാനുഭവത്തിന് മുമ്പ് തന്നെ എടുക്കാൻ വേണ്ടി ശ്രമിക്കാം. മറ്റുള്ളവരോട് ഞാൻ പറയും, എനിക്ക് കർത്താവ് എൻ്റെ ജീവിതത്തിൽ ഇടപെട്ട് കഴിഞ്ഞാൽ അത് ഞാൻ മറ്റുള്ളവരുടെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്തും എന്നൊരു തീരുമാനം. അതാണ് നമ്മൾ പലപ്പോഴും നൊവേന സെൻറ്ററുകളിലൊക്കെ നമ്മൾ കാണാറില്ലേ, അപേക്ഷകളൊക്കെ എഴുതിയിടും. ആൾക്കാർ പറയാറില്ലേ, ഈ ഒരു അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ നന്ദി കൃതജ്ഞത എഴുതിയിടാമെന്നും സാക്ഷ്യപ്പെടുത്താമെന്നും ഇന്ന് നേർച്ച നേരാം. ഇതാണ് സെയിം തിങ്. പറഞ്ഞാൽ ഞാൻ ഇതിന് ശേഷം പ്രഘോഷിക്കുമെന്നുള്ളൊരു കാര്യം. അത് ഈ നൊവേന സെൻറ്ററുകളിൽ മാത്രമല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും കർത്താവ് തരുന്നത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അത് നമ്മൾ പ്രഘോഷിക്കുമെന്നുള്ളൊരു തീരുമാനം നമുക്ക് എടുക്കുക. നാലാമത്തേത് വളരെ പ്രധാനപ്പെട്ടതായിട്ട്, ഒന്ന് കണ്ണ് തുറന്ന് കാണുക. കണ്ണ് തുറന്ന് ഇന്ദ്രിയങ്ങളൊക്കെ ഒന്ന് തുറന്ന് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പലപ്പോഴും മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെയാണ് പലപ്പോഴും നമുക്കൊരു തെറ്റ് വന്നു പോകുന്നത്. സാധാരണ എല്ലാവരും പ്രാർത്ഥിക്കാറുണ്ട്, എല്ലാവരും ഈ ഭക്തി പ്രവൃത്തി കുർബാന അർപ്പിക്കാറുണ്ട്, എല്ലാം ചെയ്യാറുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് ക്രിസ്തുവിനെ കണ്ടുമുട്ടാറുണ്ടോ? an എൻകൗണ്ടർ വിത്ത് ക്രൈസ്റ്റ്, കർത്താവായിട്ടൊരു കണ്ടുമുട്ടൽ അത് സാധിക്കുന്നുണ്ടോ? പലപ്പോഴും ഞാൻ പറയും, മാനുഷികമായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് കൊണ്ടാണ് പലപ്പോഴും മനസ്സിലാകുന്നത്. നമുക്ക് 5 ഇന്ദ്രിയങ്ങളാണ്. 5നും 5 കാര്യങ്ങളുണ്ട്. 5 സെൻസസ് ഉണ്ട്, 5 സെൻസ് ഓർഗൻസ് ഉണ്ട്. ഓരോ സെൻസ് ഓർഗനും ആ സെൻസിനോട് മാത്രമാണ് റിലേറ്റഡ് ആയിട്ടിരിക്കുന്നത്. എന്താണ് മധുരമുള്ള രുചി എന്നുള്ള കാര്യം എനിക്കൊരിക്കലും കാണാൻ പറ്റില്ല. എന്താണ് വെള്ള കളർ നിറമെന്ന് എനിക്കൊരിക്കലും രുചിച്ച് നോക്കാൻ പറ്റില്ല. എല്ലാ സെൻസും കൃത്യമായിട്ടും ഓരോരോ സെൻസ് ഓർഗനായിട്ട് റിലേറ്റഡാണ്. അങ്ങനെയെങ്കിൽ ദൈവത്തെ മനസ്സിലാക്കാൻ നമുക്ക് ഏത് സെൻസാണ് വേണ്ടത്? അത് ഞാൻ പറയും, ഈ 5 സെൻസും അല്ല, ഒരു 6ാമത്തെ സെൻസാണ്. അതാണ് വിശ്വാസം. എബ്രായർക്കെഴുതിയ ലേഖനത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്, കാണപ്പെടാത്തതുണ്ടെന്നും പ്രത്യാശ നൽകുന്ന ആ ഒരു ഉറപ്പ് ബോധ്യമാണ്. അതാണ് വിശ്വാസം. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലേക്ക് കടന്നു വരാൻ വേണ്ടിയിട്ട് ഒരു 6ാം ഇന്ദ്രിയമായ വിശ്വാസം നമ്മളിലേക്ക് വരണം. അങ്ങനെയെങ്കിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ വിളി, ആ വിളിയുടെ ഉള്ളിലെ ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. അവിടെ ദൈവാനുഭവം നമുക്കുണ്ടാവും. അല്ലാതെ ദൈവാനുഭവം എന്ന് പറയുന്നത് എനിക്ക് കർത്താവിനെ കാണുന്നതോ അല്ലെങ്കിൽ ഞാൻ സ്വീകരിക്കുന്ന ദിവ്യകാരുണ്യത്തിൽ കർത്താവിനെ എനിക്ക് മനസ്സിലാവുന്നതോ അല്ല, ഫീൽ ചെയ്യുന്നതല്ല. അതിനും അപ്പുറത്തേക്ക് ഒരു എക്സ്പീരിയൻസാണ്, ഒരു അനുഭവമാണ്. അതെങ്ങനെയാണ്? വിശ്വാസത്തിലൂടെ മാത്രം ലഭിക്കുന്നത്. 6ാം ഇന്ദ്രിയമായ വിശ്വാസത്തിലൂടെ നമുക്ക് കർത്താവിലേക്ക് കൂടുതൽ കർത്താവിനെ തിരിച്ചറിയാൻ വേണ്ടി ശ്രമിക്കാം. എല്ലാ ദിവസവും നമ്മൾ പള്ളിയിൽ പോകാറുണ്ട്, എല്ലാ ദിവസവും കുർബാന കൂടാറുണ്ട്. പക്ഷേ അവിടെ ദൈവാനുഭവം എനിക്ക് ഉണ്ടാവുന്നില്ലെങ്കിൽ മനസ്സിലാക്കുക, ഞാൻ കൃത്യമായിട്ട് ഒരുക്കുന്നുണ്ടോ? ഞാൻ ആ ഒരുക്കുന്നതിനനുസരിച്ച് കർത്താവിൻ്റെ ഒപ്പം പ്രാർത്ഥനയോട് ഹൃദയം കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാറുണ്ടോ? മൂന്നാമത്തെ ഒരു കാര്യം, നമ്മുടെ ജീവിതത്തിൽ എനിക്ക് അനുഭവമായിട്ട് മാറുന്ന ആ ക്രിസ്തുവിനെ പ്രഘോഷിക്കാനുള്ളൊരു ഉദ്ദേശം എൻ്റെ ജീവിതത്തിലുണ്ടോ? നാലാമത്തേത്, എനിക്ക് വിശ്വാസമുണ്ടോ? വിളി എല്ലാവർക്കും സാധാരണയാണ്. സാമുവേൽ പ്രവാചകനെ 2 പ്രാവശ്യം വിളിക്കുമ്പോഴും സാമുവേൽ പ്രവാചകൻ വളരെ സാധാരണമായിട്ട് ഏലിയുടെ അടുത്ത് നിന്നുകൊണ്ടാണ് ചോദിക്കുന്നത്, എന്താ വിളിച്ചതെന്ന്. കാരണം സാധാരണമായിട്ടുള്ള അനുഭവമാണ്. 3ാമത്തെ പ്രാവശ്യമാണ് ദൈവത്തോട് ഉത്തരം പറയുന്നത്. അവിടെയാണ് ദൈവത്തെ തിരിച്ചറിയുന്നത്, ദൈവാനുഭവത്തിലേക്ക് കടന്നു ചെല്ലുന്നത്. ഈ ശിഷ്യന്മാരോടും അവരോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആര്? സ്നാപക യോഹന്നാൻ. ഇതാണ് ദൈവത്തിൻ്റെ കുഞ്ഞാടെന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ അത് കേട്ടിട്ട് തന്നെ അവർക്ക് വേണമെങ്കിൽ അതിൽ പോകാമായിരുന്നു. വിളി കിട്ടുന്നുണ്ട്, കർത്താവിൻ്റെ പിന്നാലെ അവർ പോകുന്നുണ്ട്. പക്ഷേ എപ്പോഴാണോ അവർ കർത്താവിൻ്റെ ഒപ്പമായിരിക്കുന്നത്, എപ്പോഴാണോ ദൈവിക സാന്നിധ്യത്തെ അവർ തിരിച്ചറിയുന്നത്, അപ്പോഴാണ് അവരുടെ ജീവിതത്തിൽ അവർ യഥാർത്ഥ ശിഷ്യരായിട്ട് മാറുന്നത്. വിളിക്കപ്പെട്ടവരാണ്. മാമോദീസയിലൂടെ എല്ലാവരും വിളിക്കപ്പെട്ടവരാണ്. ഈ വിളിയിൽ ക്രിസ്തുവിനെ തിരിച്ചറിയാൻ വേണ്ടി ശ്രമിക്കാം. അതിനുള്ള കൃപയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ.